Hello, good evening and welcome to A4 Auto. ഞാൻ നന്ദു. And without wasting much time, let's get on with our show. Volkswagen Group Auto Union എന്നൊരു ചെറിയ കമ്പനിനെ അക്വയർ ചെയ്യുമ്പോൾ I don't think they might have thought that it will go on to be one of the leading and most premium auto manufacturers in the world today. ഇന്നത്തെ ലീഡിംഗ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ജർമ്മൻ മാനുഫാക്ചറേഴ്സ്. അതാണ് ഒരു ബെഞ്ച് മാർക്കിംഗ് തന്നെ ഒരു ലക്ഷറി വാഹനങ്ങളുടെ പേരിൽ Audi, BMW and Mercedes. And Auto Union was later renamed to Audi by Volkswagen, and that is when they started manufacturing their cars. Initially വാഹനങ്ങൾക്കൊന്നും അങ്ങനെ ഹ്യൂജ് ഒരു മാർക്കറ്റ് ഇല്ലായിരുന്നെങ്കിലും 1900 എനിക്ക് തോന്നുന്നു 70-80 കാലഘട്ടത്താണ് ഓഡി ശരിക്കും പറയാച്ച ഒരു ബ്രാൻഡായിട്ട് വേൾഡിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. റാലി സ്റ്റേജസിൽ പങ്കെടുത്താണ് മെയിനായിട്ട് ഓഡി അവരുടെ വണ്ടികളുടെ കഴിവും പവറും പിന്നെ ആൻഡ് ദിയർ എഞ്ചിനീയറിംഗ് സ്കിൽസ് ഷോക്കേസ് ചെയ്തിരുന്നത്. വേൾഡ് റാലിയിൽ 80s and 90s കാലഘട്ടത്തിൽ റൂൾ ചെയ്തിരുന്ന ഒരു കാറ്റഗറി ആയിരുന്നു ഗ്രൂപ്പ് ബി കാറ്റഗറി. ഗ്രൂപ്പ് ബി കാറ്റഗറി ഇപ്പം ഇല്ല, കാരണം ഇറ്റ് വാസ് റെൻഡഡ് ടു ഡേഞ്ചറസ് ആൻഡ് ടു മോർ പവർഫുൾ എന്ന് തന്നെ പറയാം. വാഹനങ്ങൾക്ക് ദർ വാസ് നോ അപ്പർ ലിമിറ്റ് ടു ഹൗ മച്ച് യു ക്യാൻ ട്യൂൺ എ കാർ. ഗ്രൂപ്പ് ബി സ്റ്റേജസ് അങ്ങനെ ഇറ്റ് വാസ് ലെജൻഡറി ആൻഡ് ഓഡി S4 Quattro വാസ് ലെജൻഡറി ഇൻ ദ സ്റ്റേജസ്. അങ്ങനെ തന്നെയാണ് ലോകം മൊത്തം ഓഡി എന്നൊരു ബ്രാൻഡിനെയും ഓഡി എന്നൊരു കാറിനെയും ആൾക്കാർ അംഗീകരിക്കാൻ തുടങ്ങിയത്, സ്നേഹിക്കാൻ തുടങ്ങിയത്. അന്നുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ബി ഇല്ലെങ്കിലും ഇന്ന് മറ്റേ WRC റാലി സ്റ്റേജസിലാണെങ്കിലും എല്ലായിടത്തും ഓഡിയുടെ ടെക്നോളജി ക്വാത്രോ ടെക്നോളജിയാണ് മെയിനായിട്ട് മറ്റേ Volkswagen വണ്ടികൾക്കാണ് ഉപയോഗപ്പെടുന്നത്. ആൻഡ് 2007 ശരിക്കും പറയാച്ചാൽ ഓഡി ഇന്ത്യയിലേക്ക് വരുന്നത്. അതിന് മുന്നേ വന്നിട്ടുണ്ട്. അതിന് മുന്നേ ഐ ഗെസ് രവി ശാസ്ത്രി ഹാഡ് ഗോട്ട് എ ഓഡി കാർ ഫ്രം ഓഡി ആൻഡ് ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഓഡി കെയിം ടു ഇന്ത്യ. 2007 ഓഡി ഇന്ത്യ എന്നൊരു കമ്പനി നമ്മുടെ ഇന്ത്യയിലും സ്റ്റാർട്ട് ചെയ്യുന്നതും ആൻഡ് ദേ സ്റ്റാർട്ടഡ് ബ്രിങ്ങിങ് ദേ കാർസ് ഓവർ ഹിയർ. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് A6. അത് കഴിഞ്ഞിട്ട് A4 A8 ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ദേ ബോട്ട് ഇൻ ദ Q7 ആസ് എ കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആൻഡ് ഇറ്റ് വാസ് വെരി റെയർ ടു സി എ Q7 ഓൺ ദ റോഡ്. പക്ഷേ ഓഡിയുടെ ബ്രാൻഡ് ഇവിടെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയതും കണ്ടു തുടങ്ങിയതും Audi A4 വെച്ചിട്ട് തന്നെ. ദാറ്റ് വാസ് ദി എൻട്രി ലെവൽ കാർ ഇൻ ടു ദിയർ പോർട്ട്ഫോളിയോ ആൻഡ് ഇറ്റ് വാസ് എ ബെസ്റ്റ് സെല്ലർ. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ ബെസ്റ്റ് സെല്ലർ. കാരണം ബാക്കി അവരുടെ കോമ്പറ്റീഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടിയുണ്ട്. കംഫർട്ട് ലെവൽസ് കുറച്ചും കൂടി കൂടുതലായിരുന്നു, കാരണം അത്രയും ഹെക്റ്റിക് ഒന്നല്ല. മറ്റേ ഓഡിയുടെ പണ്ട് തൊട്ട് അവരുടെ ഫാമിലിക്കകത്ത് ഓഡിയുടെ എല്ലാ കാർസും ദേ ഹാഡ് ദിയർ സിമിലാരിറ്റീസ്. ആൻഡ് A4, A6, A8 വാട്ട് എവർ യു ബൈ യു നോ ഇറ്റ് വാസ് എൻ ഓഡി വേർ എവർ യു ലുക്ക് ഇറ്റ് ഫ്രം. ലാസ്റ്റ് ഇയർ ഇറങ്ങിയ Audi A4 നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അതിൻ്റെ ലൈറ്റ്സിലാണെങ്കിലും ഫ്രണ്ട് ഡിസൈനിങ്ങിൽ Audi TT എവിടേക്കോ വന്നിട്ടുണ്ട്. അപ്പോൾ ദേ മെയിൻറ്റെയിൻ ദിയർ ഫാമിലി ഡിസൈൻ ലാംഗ്വേജ്. ഹാവിങ് സെഡ് ഓൾ ദിസ്, ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഓഡിയുടെ പുതിയ ഇറ്ററേഷൻ ഓഫ് ദിയർ ഡീസൽ എൻജിൻ, ദി Audi A4 ഡീസൽ, ദാറ്റ് ഇസ് ദ 35 TDI. ആൻഡ് കഴിഞ്ഞ വർഷമാണ് ഈ ജനറേഷൻ Audi A4 നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്. ബട്ട് അറ്റ് ദാറ്റ് ടൈം അവർ ഒരു പെട്രോൾ എൻജിൻ മാത്രമായിരുന്നു മാർക്കറ്റിൽ ഇറക്കുന്നത്. കാരണം അന്ന് ദേ ഹാഡ് ടു re-engineer their diesel engine to be suitable for our Euro 4 diesel that we have on Indian market right now. കാരണം അവർ പുറത്തൊക്കെ Euro 5, Euro 6 ഡീസലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ Euro 4 ഡീസലായിട്ട് they had to degrade their engine for use over here and they have degraded it and it is in no sense a bad achievement either. കാരണം വണ്ടി അടിപൊളിയായിട്ടുണ്ട്. So let's get to know the A4 better. ഈ എപ്പിസോഡിൽ നമ്മുടെ കയ്യിലുള്ളത് പുതിയ ഓഡിയുടെ A4 ഡീസൽ വേർഷനാണ്. കഴിഞ്ഞ വർഷം പെട്രോൾ എഞ്ചിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ അവർ ഡീഗ്രേഡ് ചെയ്തിട്ട് മറ്റേ എഞ്ചിൻ മാറ്റി ഇപ്പോൾ ഡീസൽ എഞ്ചിൻ ഇറങ്ങിയിട്ടുണ്ട്. ദിസ് ഇസ് ദ 35 TDI ആൻഡ്
exterior there is no difference at all. Same വണ്ടിയാണ്, there is no difference. പക്ഷേ വന്നേക്കുന്ന ചേഞ്ചസ് ഒക്കെ ഇച്ചിരി സസ്പെൻഷനിൽ റീട്വീക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ വന്നിരിക്കുന്ന പവർ ഡിഫറൻസ് അതൊക്കെയാണ് മെയിൻ ഡിഫറൻസ്. ബട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദി എക്സ്റ്റീരിയർ പാർട്ട് ഓഫ് ദ കാർ. നമ്മൾ ബാക്കിലാണുള്ളത്. ബാക്കിൽ കണ്ടാൽ തന്നെ അറിയാം there is no difference. ബട്ട് ഇതിന് പ്രീവിയസ് ജനറേഷൻ A4 നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ലൈറ്റിൽ നിന്നാണ് മെയിൻ വ്യത്യാസം വന്നിട്ടുള്ളത്. ലൈറ്റ് ഇപ്പോൾ കുറച്ചുകൂടെ സ്ലീക്ക് ആയിട്ടുണ്ട്. നമുക്ക് സൂപ്പർബിനെ നമുക്ക് റിലേഷൻ ചെയ്യാൻ പറ്റും. ദെൻ വന്നിട്ടുള്ള മറ്റേ ബോഡി ലൈൻസ് കുറച്ചുകൂടെ സ്ലീക്ക് ആക്കിയിട്ടുണ്ട് വണ്ടീനെ. ഇപ്പോൾ നമുക്ക് ലഗേജ് സ്പേസ് കണ്ടറിയാം. ഇറ്റ് ഇസ് ക്ലോസ് ടു 480 liters ഓഫ് സ്പേസ് ആൻഡ് ദാറ്റ് ഇസ് മോർ ദൻ എനഫ്. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇതിന് മുമ്പ് ആണെങ്കിൽ ജനറേഷൻ A4 ആണെങ്കിലും അതിനേക്കാളൊക്കെ അതിൻ്റെ റേഞ്ച് നിൽക്കുന്നുണ്ട്. ബാക്കി ഒരു കംഫർട്ടേഴ്സിൻ്റെ റേഞ്ചിലും ഇറ്റ് ഇസ് ആപ്പിൾ മോർ ദൻ ആപ്പിൾ ആണ് സ്പേസ് ഉള്ളത്. പിന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അധികമൊന്നും വ്യത്യാസം വന്നിട്ടില്ല. പിന്നെ അത് ക്ലിയർ ചെറിയ ലിപ്പാണ്. അതൊക്കെ വണ്ടിക്ക് കൊടുത്തിട്ടുള്ള ചെറിയ ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആൻഡ് ഇറ്റ് ഓൾ മേക്സ് അപ്പ് ആൻഡ് കംപ്ലീറ്റ്സ് അപ്പ് വിത്ത് സ്ലീക്ക് ഓഫ് ദ കാർ. അതിന് താഴെ വന്നിട്ടുള്ള ചെറിയ ക്രോം സ്ട്രിപ്പ്, പിന്നെ ഡുവൽ എക്സോസ്റ്റ് പൈപ്സ് ആൻഡ് ഓൾ ടുഗദർ ബാക്കിന് നല്ലൊരു പാക്കേജാണ് വന്നേക്കുന്നത്. കം ടു ദ സൈഡ് ഓഫ് ദ കാർ. സൈഡിൽ നമുക്ക് കാണാൻ മാത്രം തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വണ്ടിക്ക് വന്നിട്ടുണ്ട്. മെയിനായിട്ട് വന്നേക്കുന്ന എവിഡൻ്റായിട്ടുള്ള ഈ ഷോൾഡർ ലൈനാണ്. ഇതിനിപ്പോൾ ഒരു ചെറിയ നോച്ച് വന്നിട്ടുണ്ട്. ഈ ഷോൾഡർ ലൈൻ നേരത്തെ എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് ഇറ്റ് യൂസ് ടു ഗോ ഫോർ എ ഡ്രോപ്പ്. പക്ഷേ ഇപ്പോൾ ഇറ്റ് മെയിൻറ്റെയിൻസ് ദാറ്റ് സ്പേസ് ആൻഡ് നൗ ദ ഷോൾഡർ ലൈൻ ഇപ്പോൾ നമ്മുടെ ബോണറ്റിനുള്ള എന്താ പറയുക ഷട്ട് ലൈനും ഷോൾഡർ ലൈനും ഇറ്റ് ഇസ് സെയിം. സോ യു ക്യാൻ സീ ഇറ്റ് ഓവർ ഹിയർ ആൻഡ് ഇറ്റ് ലുക്സ് വെരി ഗുഡ്. കാരണം വണ്ടിയുടെ ഓവറോൾ ആ ഒരു ഫുൾ എലിമെൻറ്റ് ക്യാരക്ടറിന് ഇറ്റ് ചേഞ്ചസ് ഇറ്റ് ലോട്ട്. പിന്നെ ഡൈനാമിക് ലൈൻ വന്നേക്കുന്നത് ഇസ് വെരി എവിഡൻറ്റ് നൗ ആൻഡ് ഇറ്റ്സ് ഷാർപ്ലി പോയിൻറ്റഡ് ടുവേർഡ്സ് ഓൾസോ. പിന്നെ ഈ ഹാൻഡിൽ ബാർസിൽ വന്നേക്കുന്ന ഈ ഒരു ചെറിയ മൂവ്മെൻറ്റ് ഇറ്റ് ഗോസ് അപ്പ് റൈറ്റ് നൗ. അത് നല്ലൊരു ഫീച്ചറാണ്. വണ്ടി വന്ന് തുറക്കാൻ നേരത്ത് ഇറ്റ് ഫീൽ ഗുഡ് അബൌട്ട്. കാരണം അടിയിലുള്ള വണ്ടിയാണ്. ഇങ്ങനെ തുറക്കുമ്പോൾ ഇറ്റ്സ് എ നൈസ് ടച്ച്. പിന്നെ ഈ മിറേഴ്സ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൂപ്പേക്ക് സിമിലർ ആയിട്ടൊരു മിറേഴ്സാണ് വന്നേക്കുന്നത്. അത് ഇതിന് മുമ്പത്തെ S5-നായിട്ടും കുറച്ചും കൂടെ TT ആയിട്ടും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഡിയോ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ മേളിൽ റൂഫ് എന്ന് വെച്ചാൽ റൂഫ് വാസ് എ ബെഡ് റൗണ്ടഡ് ഓഫ്. പക്ഷേ ഇപ്പോൾ ഇറ്റ്സ് മോർ ഫ്ലാറ്റൻഡ് ആൻഡ് ഗീവ്സ് ദാറ്റ് മോർ സെഡാൻ ലുക്ക്. കാരണം ഒരു A6-ലേക്കാണെങ്കിലും കുറച്ചുകൂടി വലിയ വണ്ടിയിലേക്കുള്ളൊരു ഫീലാണ് വരുന്നത്. പിന്നെ ഈ ടയർ ഇപ്പോൾ 255 പ്രൊഫൈൽ ടയറാണ് വരുന്നത്. 50-ൽ 17 ഇഞ്ച് ടയർസ്. പക്ഷേ ഇത്രയും പ്രൊഫൈൽ കുറഞ്ഞ ടയറാണെങ്കിലും നമുക്ക് കംഫർട്ട് ലെവലിൽ ദർ ഇസ് നോ ചേഞ്ച്. കാരണം സസ്പെൻഷൻ ഇസ് ദാറ്റ് വെൽ ട്യൂൺ ഫോർ ഇന്ത്യ എന്ന് തന്നെ പറയാം. കാരണം ഞാനിപ്പോൾ കുറച്ച് നേരെ ഓടിച്ചു, അത്യാവശ്യം നല്ല കുണ്ടുകുള്ള റോഡിൽ ഓടിച്ചെങ്കിലും അകത്തേക്ക് ദർ ഇസ് നോ നോയ്സ്. ദർ ഇസ് കംഫർട്ട് ലെവലിലാണെങ്കിലും ഒന്നിനും ഒരു വ്യത്യാസം വരുന്നില്ല. Coming to the front, prima facie നമുക്ക് വണ്ടി നമുക്ക് കഴിഞ്ഞ വർഷം കണ്ട തന്നെ ആൻഡ് ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദ ഫ്രണ്ട് അറ്റ് ഓൾ. പക്ഷേ ഇതിന് മുന്നത്തെ ജനറേഷൻ A4-ന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം വണ്ടി ഒന്നുകൂടെ ലോവർ ചെയ്ത പോലെയാണ്. കാരണം ഫ്രണ്ട് സൈഡ് ഇസ് ആംഗിൾ ടുവേഴ്സ് ഡൗൺ. ലൈറ്റ്സ് ഒന്നുകൂടെ ചെറുതാക്കി. ആ ഒരു TTയുടെ ഒരു ലൈറ്റ്സിൻ്റെ ഫിനിഷൊക്കെ വന്നിട്ടുണ്ട്. ഗ്രില്ല് മാറിയിട്ടുണ്ട്. പക്ഷേ ഓഡിക്ക് ബാക്കിയുള്ള Q3-ക്കാണെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ വണ്ടികൾക്കുള്ളൊരു ചെറിയ ഡിസൈൻ തരുന്നു. ലൈറ്റും ഗ്രില്ലും നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്യുന്നത്. ഇതായിരുന്നില്ല. ദിസ് ഇസ് മോർ ഓഫ് ദി A3-ലേക്കാണ് പോയിരിക്കുന്നത്. പിന്നെ ഫുൾ LED ലൈറ്റ്സ് ആണ് വരുന്നത്. കോർണർ ലൈറ്റ്സ് ഉണ്ട്, DRLs വരുന്നുണ്ട്. യു ക്യാൻ സീ ഇറ്റ്സ് വെരി ആംഗിൾഡ് ആൻഡ് ഇറ്റ് ലുക്സ് വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ലൈറ്റ് സ്റ്റാർട്ട് ആയി യു സീ ഇറ്റ് ഓൾവേസ്. പിന്നെ ഗ്രില്ലാണെങ്കിലും ഗ്രില്ല് ഇപ്പോൾ ഓഡിയുടെ പുതിയ ഡിസൈൻ ലാംഗ്വേജ് ആണ്. ഇറ്റ് ഇസ് മോർ ആംഗുലർ ആൻഡ് മോർ ഷേപ്പ്. കാരണം ഹെക്സാഗണൽ ഗ്രിൽ പണ്ട് ഓഡിക്ക് ഒരു കുറച്ചും കൂടെ റൗണ്ട് ആയിരുന്നു. ഇറ്റ് ഇസ് മോർ പ്രോമിനൻറ്റ് ആൻഡ് വെരി ഡിസ്റ്റിങ്വിഷ്ഡ് ഓൾസോ. പിന്നെ അങ്ങനെയാണ് മറ്റേ അധികം വ്യത്യാസം വന്നിട്ടില്ല. ബോണറ്റിൽ വന്നേക്കുന്ന ചെറിയ ക്യാരക്ടർ ലൈൻസ് ഇറ്റ് ഗീവ്സ് ദാറ്റ് edge to the car over here. These two lines over here നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഗീവ്സ് ദാറ്റ് മസ്കുലർ സ്റ്റാൻസ് ആൻഡ് ദാറ്റ് ബോൾഡ് ബൾജിങ് ലുക്ക് ഫോർ ദ കാർ. ആ ഒരു പവർ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ചെറിയ ഫീച്ചേഴ്സ് അതൊക്കെ. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ ആ വണ്ടിയുടെ ആ ഒരു പിന്നെ നമ്മൾ A4-ന് കാണുന്ന ഒരു സൈസ് ഉണ്ടായിരുന്നു. അതൊന്ന് മാറിയിട്ട് കുറച്ചും കൂടെ A4 ഇറ്റ് ഇസ് മൂവ്ഡ് ഓൺ ടു ബിക്കം an individual more than a car of just a family member. കാരണം ഇപ്പോൾ ഇതിന് ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിൽ ഇതിന് കുറച്ച് സ്ട്രൈക്കിംഗ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ് ഓൺ ദ കാർ.
we're going to check out the interiors of this car. First, the horizontal design element. It is horizontal. The AC vents have gone like a straight line. It looks very good. And everything, each and every aspect of the car, our horizontal design element. It feels wider than it is. It feels more roomy inside. It feels there is more space inside. Greenhouse area view, side view and everything is oriented towards the driver. Ergonomics driver center everything is in arm's reach. You can see everything is in arm's reach, and it is it is filled with technology. Complete virtual cockpit Q7 and it is come into this car also, and it is very nice. It shows all the details of the car, what all is there, what all is not there, what all you have to see. Everything is there on the screen, and it is there when you want it. The alarm, it is there over here, and even this screen that pops out is very clear, and the new MMI over here, and these are the controls for that, and the new A8 like yacht gear knob. It's nice. The yachts yachts speed it's yacht like, and that has come into this, and that looks very good inside the car. And you can see over here beneath this armrest there is a wireless charging console. That is the first, and you have USB ports over there also. All in all, the cockpit is a very nice place to be in. The steering wheel is very nice and handy, small, and you have paddle shifts over here. You get the switch gears over here, which is all very good plastics. You get your cruise control buttons and over here, options over here. And the steering also, you can see in the middle, the Audi emblem has been given in that hexagonal grill-like shape that you are familiar with in the front. That has come over here. It's a very nice design element. It's very small and unnoticed thing, but it's very good. Audi MMI very intuitive. Features and options and customize each and every aspect of the car. Features select even it has come to an extent that steering wheel customizable button. You can see a star shaped one. That is a customizable button. You can customize what that it has 5 different options, and you can choose from that. This button it's a very nice touch. Everyone might not want the same things. Same this is a very small detail, but when you use the car, the new A4 3-zone climatronics. It is like 1, 2 and 3. 3 zones are categorized, and now we'll see how this car is to drive. Drive select. Drive select 4 options, and the options are comfort, auto, dynamic and individual. Individual, you go into that, and you can see you can alter a couple of things. Engine, transmission, steering. This is 4 category differentiate. And what I've seen is there are 2 options, engine and transmission. Keep that in comfort, and steering the option to keep that in dynamic. So our dynamic armor steering, it gives you that input. Feedback, you feel where the car is, what it is doing, how it is doing, is it doing well. Feedback and the road. Road in a full time steering, how the car is performing and how it is behaving on the road. Engine and transmission comfort dynamically, I feel it's a bit too eager. Gear down rev keep it is not required actually, because our road stand comfort you have a bit of accelerator control
you get more than ample power is there. Because steering is dynamic steering. So these two, I guess, will be the correct for me anyways. You guys can try. To each their own. So let's see how the car should drive. Let's go. Acceleration is there. The fast shift sound, you feel that acceleration somewhere, and I will definitely not say that it is overly dynamic and very involving to drive. But it isn't Audi. I did my fair share of driving around, and experience I am driving slow car, traffic and slow at but still the roads are conditions, Indian roads conditions, the suspension is well tuned. That is no doubt on that. And any discomfort on the suspension is well tuned. In a 17-inch profile tires on a 255, 50, 17 inch. Even if it is that 17-inch tires, comfort that is something you got to admire. Because the suspension and if you get that spring ratio correct, one day dynamics it will do wonders. All one is different. All engine the engine that is there in a car very much affects its handling and dynamics. But diesel engine is 2-liter diesel engine. 1.4 petrol engine. That is around 100 kg on the engine. So, engine is suspension setup. Petrol variant. I won't say it is not there, but only in high speeds. And that is not triple digit speeds 120, 130 wobbling effect. But bend corner highway speed the car is very grounded. One day, feeling it helps you, it makes you push harder and harder because it gives that confidence. Confidence as a driver, that is a good feel. One seats very comfortable. There is more than ample space. I am around 5'10" and 95 kg, so I am big. But this seat, it actually fits me perfectly. I am well snug over here. I am not going sideways because there's a nice bolstering on the side seat. Thigh support and it is there very much. Back support headrest, headroom, leg room. Steering you can alter it to what it is. 8-way adjustable seats are lumbar support. That is common in all the premium cars right now. And it's got memory function. That is the first, I guess. Pudiya Audis virtual cockpit. I'm enjoying it. All the information you need is there. Land, RPM and rev and info pass that is a novel concept. Map setting if full screen it actually becomes a map. Map is like awesome.
ഇതിപ്പോൾ നമ്മുടെ ഉള്ളത് ഓഡിൻ്റെ ലേറ്റസ്റ്റ് ഡീസൽ എഞ്ചിനാണ്. എൻ്റെ നോമൻക്ലേച്ചർ വരുന്നത് 35 TDI. ഇറ്റ് പ്രൊഡ്യൂസസ് അറൗണ്ട് 190 HP ആൻഡ് 400 Nm of torque. And ആ ടോക്ക് ബാൻഡിൻ്റെ you get that torque at around 170, അതായത് 2000 RPM മുമ്പേ നമുക്ക് ആ ടോക്ക് ബാൻഡ് കിട്ടി തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ലോ ആൻഡ് ആക്സലറേഷൻ ഇസ് വെരി നൈസ്. അതിൻ്റെ പിന്നെ മിഡ് റേഞ്ചും, because you get that torque up to 4000 RPM, the mid range is very nice and you get that pull that you need from the low speeds. ഇതിൻ്റെ സ്റ്റാൻസിൽ ആക്സലറേഷനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള റണ്ണിങ് ആക്സലറേഷൻ ആണ്. അതായത് 20 40 ഒക്കെ ക്രൂസ് ചെയ്യുമ്പോൾ when you press the accelerator, it just there is no delay. അപ്പോൾ തന്നെ you get the required പവർ ഔട്ട്പുട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ജേർണീസിലൊക്കെ നമ്മൾ ഹൈവേസിൽ ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഈസി. കാരണം നമുക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ യു ഗെറ്റ് ഓൾ ദാറ്റ് പവർ ഓൺ ഡിമാൻഡ്. നമുക്ക് പോകേണ്ട ആക്സലറേഷൻ എന്തായാലും പരീക്ഷിച്ച് നോക്കാം. സ്റ്റാൻഡ് സ്റ്റിൽ നിന്ന് പിന്നെ ജസ്റ്റ് ആ ഇനീഷ്യൽ ഫ്ലോർ ചെയ്യുന്നതുകൊണ്ട് യു ഫീൽ ദാറ്റ് ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടിയാണ്. അപ്പോൾ എവിടേക്കോ ട്രാക്ഷൻ കട്ടാവണമെന്ന് നമുക്ക് തോന്നും. സോ ഇപ്രാവശ്യത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എനിവേസ് ഐ എൻജോയ്ഡ് ഡ്രൈവിംഗ് ദ കാർ എ ലോട്ട്. എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. ഐ വുഡ് റെക്കമെൻഡ് ദിസ് കാർ. ഡെഫിനറ്റ്ലി ഐ വുഡ് റെക്കമെൻഡ് ദിസ് കാർ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എന്തെങ്കിലും വാട്ട് എവർ ഫീഡ്ബാക്ക് ഇറ്റ് മേ ബി എന്തായാലും നമ്മൾ അറിയിക്കണം. അറിയിക്കേണ്ടത് ഇത് യു ക്യാൻ സെൻഡ് ഇറ്റ് ഇമെയിൽ ടു us at info@a4auto.com അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാലും മതി. ദാറ്റ് ഈസ് 7034-337-337. Once more, 7034-337-337.